ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഗ്ലോയിങ് ആയിട്ടുള്ളൊരു സ്കിൻ ആഗ്രഹിക്കാത്ത ആളുകൾ കുറവായിരിക്കും അല്ലേ? വളരെ ഗ്ലോയിങ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള അത്തരൊരു സ്കിന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് അത്തരമൊരു സ്കിന്ന് നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഐ എം കുക്കു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊരു സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ എന്നുള്ളതാണ്. നമ്മുടെ ഡ്രൈ സ്കിന്നാണോ, നോർമൽ സ്കിന്നാണോ, ഓയിലി സ്കിന്നാണോ, കോമ്പിനേഷൻ സ്കിന്നാണോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ നന്നായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഒരു 1 hour ഒന്നും നമ്മൾ മുഖത്ത് ചെയ്യാൻ പാടില്ല. 1 hour കഴിയുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ടീ സോൺ ഏരിയ കുറച്ച് ഗ്രീസി ആയിട്ട്, കുറച്ച് ഷൈനി ആയിട്ട്, കുറച്ച് ഓയിലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓയിലി സ്കിൻ ടൈപ്പാണെന്ന് മനസ്സിലാക്കാം. അതല്ല നമ്മുടെ ഈ ടീ സോൺ ഏരിയ കുറച്ച് ഡ്രൈ ആണ്, കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടേത് ഡ്രൈ സ്കിന്നാണ്. ഈ ടീ സോൺ ഏരിയ ഓയിലിയും ബാക്കി ഫേസ് നോർമലുമാണെങ്കിൽ നമ്മുടെ ഇതൊരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. ഇതൊന്നുമല്ല, നമ്മുടെ സ്കിൻ അധികം ഓയിലി അല്ല, ഡ്രൈ അല്ല, ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതൊരു നോർമൽ സ്കിൻ ടൈപ്പാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ സ്കിൻ പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. സ്കിൻ കെയറിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് വളരെ ജെൻറ്റിലായിട്ടുള്ള ഫേസ് വാഷ്, ക്ലെൻസർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോയുടെ ഈ ക്ലെൻസറാണ്. എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്ലെൻസർ വളരെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ സ്കിന്ന് വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താനായിട്ട് ഈ ക്ലെൻസർ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലെൻസർ, ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലെൻസിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടോണർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ടോണർ നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സ്കിന്ന് വളരെ ഡ്രൈയിങ് ആണ്, ഒരുപാട് പോർസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സ്കിന്ന് കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ടോണർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉപയോഗിക്കുന്ന ടോണർ എന്ന് പറയുന്നത് ഈ റൈസ് ടോണറാണ്. എനിക്കിത് വളരെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ സ്കിന്ന് ഡ്രൈയിങ് ആയതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഫേസ് വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താനായിട്ട് ഈ ടോണർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോണർ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു എസൻസ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്കിന്ന് കുറച്ച് ഡ്രൈയിങ് ആണ് എന്നുണ്ടെങ്കിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താൻ എസൻസ് നിങ്ങളെ സഹായിക്കും. ഞാൻ ബോഡി വൈസിൻ്റെ സ്നെയിൽ മ്യൂസിനാണ് യൂസ് ചെയ്യുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഈ ബോഡി വൈസിൻ്റെ സ്നെയിൽ മ്യൂസിൻ. അപ്പോൾ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് വൈറ്റമിൻ സി സിറം. ഒരാൾക്ക് വളരെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് വൈറ്റമിൻ സി സിറം. ഇത് നിങ്ങളുടെ AM റുട്ടീനിലും PM റുട്ടീനിലും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന വൈറ്റമിൻ സി സിറം ഈ ഡീകൺസ്ട്രക്റ്റിൻ്റേതാണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പാണ്, വളരെ നല്ലൊരു സിറമാണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒന്നാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് നിർത്താനും സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താനും ഈ മോയ്സ്ചറൈസർ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്നത് ബയോഡെർമയുടെ ഈ മോയ്സ്ചറൈസറാണ്. ഇത് വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്ന് വളരെ ഗ്ലോയിങ് ആയിട്ട് തോന്നിപ്പിക്കാനായിട്ട് ഈ മോയ്സ്ചറൈസർ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന, പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്രോഡക്റ്റാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഈവൻ ടോൺ ആയിട്ടിരിക്കാനും ഒക്കെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സൺസ്ക്രീന്. അപ്പോൾ എന്തൊക്കെ മറന്നു പോയാലും സൺസ്ക്രീൻ ഇടാൻ നമ്മൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ പലപ്പോഴും സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒന്നാണ് ലിപ് കെയർ എന്ന് പറയുന്നത്. ലിപ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് വിഷ് കെയറിൻ്റെ ഈ സെറാമൈഡ് ലിപ് ബാമാണ്. ഇത് വളരെ നല്ലൊരു ലിപ് ബാമാണ്. നിങ്ങളുടെ ലിപ്പ് വളരെ ഡ്രൈയിങ് ആയിട്ടുള്ള ഒന്നാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ. നമുക്ക് ഈ ഇത്തരം സ്റ്റെപ്സൊക്കെ നമ്മളൊന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഒരാഴ്ച ചെയ്തു, 2 ആഴ്ച ചെയ്തു, അത് കഴിയുന്നതിന് ശേഷം പിന്നെ അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ചേഞ്ച് നമ്മുടെ ഫേസിൽ ഉണ്ടാവുകയില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ സ്കിന്നിൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫേസിൽ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.